ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വീട്ടിലെ എല്ലാ ജോലികളൊക്കെ ചെയ്തിട്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണോ ഞാൻ? അതെ, ശരിയാണ്, ഞാനൊരു വീട്ടമ്മയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കുന്ന കാര്യം വേറൊന്നാണ്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ പണികളും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനലും ആ ചാനൽ തമ്മിൽ നമ്മൾ ചെയ്യുന്ന പണികളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതായാലും നമുക്ക് ആ രസകരമായിട്ടുള്ളൊരു കാര്യം നോക്കിയാലോ. നോക്കിയാ കൂട്ടുകാരെ, ആ ആ ഏറ്റവും വലിയ ചാനലായ മിസ്റ്റർ ബീസ്റ്റിന്റെ കാര്യം തന്നെ എടുക്കാം. പുള്ളി എടുക്കുന്നത് ഏറ്റവും വലിയ വലിയ കണ്ടന്റ്, വലിയ വലിയ ചലഞ്ചുകളാണ്. അതായത് പുള്ളി പൈസ മുടക്കുകയാണ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ വീട്ടമ്മമാരായി നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാ? രാവിലെ 7 മണിക്ക് പിള്ളേരെ സ്കൂളിൽ വിടണം, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണോ, പിന്നെ നമ്മൾ വൈകിട്ടത്തേനെ ഉണ്ടാക്കണം, രാത്രി കിടക്കുന്നവരെ നമ്മൾ ചലഞ്ചാണ്. അപ്പൊ അതിനേക്കാളും വലിയ ആൾക്കാർ നമ്മളല്ലേ. അതുപോലെ തന്നെ സീരീസിന്റെ കാര്യം എടുക്കാം. അവർ ഒരു ദിവസം ഒരു 10-15 വീഡിയോസ് ആയി ഇടുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? രാവിലെ ചായ, ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കത്തെ ഫുഡ്, വൈകിട്ടത്തെ ഫുഡ് എന്ന് വേണ്ട എല്ലാം ടാസ്കാണ്. അപ്പൊ നമ്മൾ വീട്ടമ്മമാരായി നമ്മളും മാത്രം മോശമൊന്നുമല്ല. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ. അതൊക്കെ വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന നല്ലൊരു പാചകമാകാം, ചിലപ്പോൾ വീട് നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുന്നതാകാം, നമ്മുടെ ചിന്തകളാകാം. ഇതൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അത് വലിയ ക്യാമറയോ എല്ലാ സ്റ്റുഡിയോ സെറ്റപ്പോ ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനകത്തൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ വെറുതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ എൻ്റെ ഈ കുഞ്ഞു ചിന്തകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും. ഓക്കെ, ബൈ, ടാറ്റാ.